ഗുഡ് മോർണിംഗ്. ഫീസ് അടയ്ക്കാത്തൊരു എളുപ്പം അടയ്ക്കണം. ഞങ്ങൾക്ക് പലപ്പോഴും മീറ്റിങ്ങുകളിലൊക്കെ നാണം കഴിയേണ്ടി വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ പരീക്ഷയ്ക്കോ അതൊന്നും മാറ്റം വരുന്നില്ല. നമ്മൾ എങ്ങനെയും ജയിപ്പിച്ചെടുക്കണ്ടേ, ഇത് നടത്തിക്കൊണ്ട് പോകണ്ടേ കോളേജ്. അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യണത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ട്രക്ക് ഇൻ ട്രക്ക് ഔട്ട്. ട്രക്ക് ഇൻ ട്രക്ക് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ തിരിക്കുന്നത്. ടിൽറ്റ് എന്ന് പറഞ്ഞാൽ ഒക്കുക, താഴ്ത്തുക. ട്രക്ക് ഇൻ ട്രക്കിനെ എന്ന് പറഞ്ഞാൽ ഡോളി ഇൻ ഡോളി ഔട്ട് എന്ന് പറയും. നമ്മളൊരു ക്യാമറയും ഒരു എല്ലാം കൂടെ വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അതേപോലെ പിന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു ഫ്രെയിമിനുള്ളിലുള്ള സാധനങ്ങൾ എപ്പോഴും ഫോക്കസായി തന്നെ അടുത്ത് വരും ചെല്ലും, ഫോക്കസായി തന്നെ മുന്നോട്ട്. നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളെ മാത്രം ഫോക്കസ് ആകുകയും ബാക്ക്ഗ്രൗണ്ടുകൾ മുഴുവൻ ഡള്ളായി പോവുകയും ചെയ്യും. അപ്പോൾ ഒരു ട്രക്കിൻ ഷോട്ടുകൾ സിനിമകളിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഒരാളുടെ അടുത്തേക്ക് ഇങ്ങനെ ക്യാമറ അടുത്തോട്ട് ഇങ്ങനെ ചെല്ലുന്നു നോക്ക്, ഇങ്ങനെ എൻ്റെ അടുത്തേക്കാണ്. പക്ഷേ എൻ്റെ പുറകിലുള്ള വസ്തുക്കളോ എൻ്റെ സൈഡിലുള്ള ഒന്നും ആ ഫോക്കസിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ്ഡായി. സിനിമയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രെയിമിൽ വരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ വ്യക്തതയോടുകൂടി കണ്ടാൽ മാത്രമേ ആ ഒരു പശ്ചാത്തലം എന്താണ്, എവിടെയാണെന്ന്. അതാണ് സിനിമാട്ടോഗ്രാഫിയിൽ നമ്മൾ പറയുന്നത് മിസ്സിൻ സീൻ എന്ന് വെച്ചാൽ സീനിനകത്ത് ഇപ്പോൾ ബോർഡ് കാണുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഇങ്ങനോട്ട് ഒരു സീനിനകത്ത് ഇങ്ങനെ ജനലുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അതൊക്കെ ബ്ലറായിട്ടിരിക്കുന്ന രീതിയിലുള്ള ലെൻസൊന്നും ഉപയോഗിക്കരുത്. അതിനനുസരിച്ച് ആ ഡെപ്തിനനുസരിച്ചുള്ള ലെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രക്ക് ഇൻ ട്രക്ക് ഔട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡോളി ഇൻ ഡോളി ഔട്ട് എന്ന് പറഞ്ഞാൽ, ഇൻ ട്രക്ക് ഇൻ ഔട്ട് ഈസ് ദി combined physical movement of the camera along with the pedestal. പെഡസ്റ്റലോടുകൂടി മൊത്തത്തിൽ ക്യാമറ അങ്ങോട്ട് പോകും. അത് ചിലപ്പോൾ ഒരു ട്രോളി ഇട്ടിട്ടായിരിക്കും ചില, അല്ലെങ്കിൽ ഒരു നമ്മളിരിക്കുന്ന വീൽ ചെയർ പോലത്തെ ഒരു സാധനത്തിൽ വെച്ചിട്ട് ഉന്തിക്കൊണ്ട് പോവാം. ആ ഷോട്ട് എടുക്കാൻ വേണ്ടി വേണേൽ സ്റ്റഡി ക്യാം മേത്ത് വെച്ചിട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. ഇങ്ങനെ പല രീതിയിൽ അത് ഷൂട്ട് ചെയ്യാം. ദി ക്യാമറ ആൻഡ് ദി പെഡസ്റ്റൽ ആർ മൗണ്ടഡ് ഓൺ എ ട്രക്ക് ആൻഡ് ദി ട്രോളി. ട്രാക്ക് ആൻഡ് ട്രോളി, ഇങ്ങനെ ട്രാക്ക് ആൻഡ് ട്രോളിയിൽ ഇട്ടിട്ട് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയും നേരെ പിന്നോട്ട് വരികയും. ട്രാക്ക് ആൻഡ് ട്രോളി എന്ന് വെച്ചാൽ ഒരു സാധാരണ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു റെയിൽവേ പാളം പോലെ ഇരിക്കുന്ന ഒരു സാധനം. അതിൻ്റെ മേലിൽ പുറത്തൊരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡിൻ്റെ മേളിൽ ഒരാൾക്ക് ഇരിക്കുകയും, ബോർഡ് എന്ന് വെച്ചാൽ ഒരു നമ്മൾ റെയിൽവേയുടെ ചെക്കിങ്ങിന് പോകുന്ന വാഹനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ട്രാക്ക് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ട്രെയിൻ വരുന്നതിന് മുമ്പ് ഒരു വണ്ടി പോകാറുണ്ട്. അതിനാണ് ഈ ട്രാക്ക് ആൻഡ് ട്രോളിയിൽ ആ ട്രോളി എന്ന് പറയുന്ന സാധനം. അത് മിഷൻ വെച്ച് ഓടിക്കുന്ന, ട്രെയിനിൻ്റെ പാളത്തിൻ്റെ മേളിൽ വെച്ചിട്ട് മോട്ടോർ വെച്ച് ഓടിച്ചിട്ട് അവരിങ്ങനെ ചെക്ക് ചെയ്ത് പോകും. അത് ഓപ്പണാണ്, ചുറ്റും അതിനകത്ത് ഒരാളിരിക്കും, അവർ ചെക്ക് ചെയ്ത് പോകും. അതുപോലെ തന്നെയാണ് നമ്മളൊരു റെയിൽവേ പാളം പോലൊരു സാധനം ഇട്ടിട്ട് അതിൻ്റെ മേളിലൊരു ബോർഡ് വെച്ചിട്ട് ഇത് ആൾക്കാരിങ്ങനെ ഉന്തി അടുപ്പിക്കുകയും ഉന്തി അകത്തുകയും ചെയ്യും. അപ്പോൾ ഇന്ന് അതിന് ഒത്തിരി ഷോട്ടുകളൊക്കെ ഇന്ന് പലപ്പോഴും അതിന് തത്തുല്യമായ ക്രെയിൻ ഷോട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ മിനി ക്രെയിൻസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ട്രാക്ക് ആൻഡ് ട്രോളി എന്ന് പറയുന്ന സാധനം ഒരു ട്രാക്കും ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഒരു ട്രോളിയും ഉണ്ടാവും. ആ ഫീലിങ്സിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു വീൽ ചെയറിന് മുകളിലോ സൈക്കിളിന് മുമ്പിലോ വണ്ടിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടില്ല. അത് തന്നെ ഒഫീഷ്യൽ നമ്മൾ പണ്ട് തൊട്ടേ സിനിമാക്കാർ ഉപയോഗിക്കുന്നത് ട്രാക്കും അതിൻ്റെ മുകളിലൊരു ട്രോളിയും ഉണ്ടാവും. അതിനാണ് ട്രാക്ക് ആൻഡ് ട്രോളി. അത് ട്രക്ക് ഇൻ ഷോട്ട്, ട്രക്ക് ഔട്ട് ഷോട്ട് എടുക്കാൻ. ഇപ്പോൾ ഒരു സാധനത്തെ തള്ളിക്കൊണ്ട് പോയി ഇങ്ങനെ അങ്ങോട്ട് ചെല്ലും, അതുപോലെ തന്നെ പറക്കിലോട്ട് പോകും. അതങ്ങനെ ചെയ്യുന്നത് തന്നെ സൂം ചെയ്താൽ പോരെ നമുക്ക് തോന്നും. വീഡിയോ ക്യാമറ ആണെങ്കിൽ ഇങ്ങനെ സൂം ചെയ്താൽ അത് കിട്ടുമല്ലോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ട് അത് വരാതിരിക്കാൻ വലിയ വൈഡ് ഷോട്ടുകൾ ഇപ്പം അനമോർഫിക്കാൻ വളരെ വീതിയുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കണ്ടത്, നിങ്ങൾ കണ്ടു കാണുന്ന സിനിമ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയ്ക്കാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറ വൈഡ് ആംഗിൾ ഉപയോഗിച്ചിട്ടുണ്ട്. 23:1 എന്നൊക്കെ ഉള്ളൊരു റേഷ്യോ ഉണ്ടല്ലോ. ആ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലൊക്കെ ഇത് കാണാവുന്നതാണ്. സിനിമാറ്റിക് വ്യൂ എന്ന് പറയും, ഇങ്ങനെ പരന്നിട്ട്. അപ്പം അതൊക്കെ ചെയ്യുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ട്രക്ക് ആൻഡ് ട്രോളിയിലൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിന് വൈഡ് സ്ക്രീനിൽ ഒത്തിരി സാധനങ്ങൾ അതിനകത്ത് കടന്നു വരും. ക്ലോസപ്പൊക്കെ ആണെങ്കിൽ പോലും ചുറ്റുമുള്ള പശ്ചാത്തലമൊന്നും ബ്ലറാകാതെ കൊണ്ടുപോയില്ലെങ്കിൽ. അപ്പോൾ ട്രക്കും ട്രോളിയും, ഒരു ട്രാക്ക് അതിൻ്റെ മേലിൽ ട്രോളി ഇടുക, അതിനാണ് ട്രാക്ക് ആൻഡ് ട്രോളി. ട്രാക്ക് ആൻഡ് ട്രോളി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ട്രാക്ക് ആൻഡ് ട്രോളിയിൽ വന്നിട്ട് നമ്മൾ ഒരു ട്രാക്ക് ഉണ്ടാവും, അതിൻ്റെ മേളിൽ ഒരാൾക്കിരുന്ന് ഒരു ക്യാമറയുമായിട്ട് ഷൂട്ട് ചെയ്യാവുന്ന രീതിയിൽ ആളുകൾ തള്ളിക്കൊണ്ടു പോകുന്ന ട്രാക്ക് ആൻഡ് ട്രോളിയാണ്. ഇത് മൂവ്മെൻറ്റ് ചെയ്യുന്നതാണ്, ക്യാമറ മൂവ്മെൻറ്റാണ്. മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറ, അതായത് സ്റ്റാൻഡേ വെച്ചിരിക്കുന്ന ക്യാമറ ഉൾപ്പെടെ അതിൻ്റെ മേളിൽ വെച്ച് ഒരാൾക്കും കൂടി ഇരുന്ന് ഇങ്ങനെ കൊണ്ടുപോകും. അതിനാണ് ട്രാക്ക്. അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഇത് ക്യാമറ
either towards or away from the principal object. പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് നമ്മുടെ മുമ്പിലുള്ള ഒബ്ജക്റ്റ് എന്താണോ അതിനെ വളരെ മനോഹരമായി അടുത്തോട്ട് ചെന്നും അടുത്തുനിന്ന് അകലേക്ക് പോയി ഷൂട്ട് ചെയ്യാൻ കഴിയും. മൂവിങ് ദി ക്യാമറ ലോഡ്സ് ഓൺ അവേ ഫ്രം ദി സബ്ജക്റ്റ് alters the size relationship between foreground and background objects. ഫോർഗ്രൗണ്ടിലെ ബാക്ക്ഗ്രൗണ്ടിലെ ഒബ്ജക്റ്റിനെല്ലാം സബ്ജക്റ്റിനെല്ലാം സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പകർത്തിയെടുക്കാൻ അതിലൂടെ കൊടുക്കുന്നത്. പെർസെപ്ച്വൽ ചേഞ്ചസ് ഈസ് സിമിലർ ടു വാട്ട് വി ഒബ്സർവ് വെൻ വി ഫിസിക്കലി മൂവ് ടുവേഴ്സ് ഓർ അവേ ഫ്രം ആൻ ഒബ്ജക്റ്റ്. Tracking conform to our normally visual experience and also sets up the interesting rearrangements of all the visual elements in camera's field of view. ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂവിലെ സാധനങ്ങളെല്ലാം കൃത്യമായി പകർത്തിയെടുക്കാൻ ട്രാക്കും ട്രോളിയിലും ഉപയോഗിച്ചിട്ട് ഒരാളിരിക്കുന്നതിന് ഇങ്ങനെ വൈഡ് ഇങ്ങനെ പോയി. ഇന്ന് ചിലപ്പോൾ ക്രൈനൊക്കെ വെച്ചിട്ട് അത് എടുക്കുന്നുണ്ട്. ട്രക്കും ട്രോളി എന്താണ്, അല്ല ട്രാക്കും ട്രോളി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ട്രാക്കും അതിൻ്റെ മുകളിൽ ക്യാമറ മൗണ്ടോടുകൂടി വെച്ച് ഷൂട്ട് ചെയ്യുകയും ഒരു വസ്തുവിൻ്റെ അടുത്തേക്ക് ഒബ്ജക്റ്റ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റിനെ കൃത്യമായി പകർത്തിയെടുക്കുകയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും എല്ലാം കൃത്യമായിട്ട്. ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറകോട്ട് ട്രാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും ഒരു ഗേറ്റിൻ്റെ പുറത്ത് വരെ പോകണമെന്ന് വെച്ചു എല്ലാം വീടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ മുമ്പ് വരുന്ന ഫോർഗ്രൗണ്ട് വരുന്ന ഗേറ്റും എല്ലാം നമ്മളിങ്ങനെ ക്യാമറ പുറത്തോട്ട് വരുമ്പോൾ ഫോർഗ്രൗണ്ടും മിഡ് ഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളൊരു സാധനം. എൻ്റെ ഇവിടെ കാണുന്ന വസ്തുക്കളും എന്നെ ബാക്ക്ഗ്രൗണ്ട് ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് ഒരു ഫ്രെയിമിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വ്യക്തതയോടുകൂടി നമുക്ക് പകർത്തിയെടുക്കാൻ കഴിയണം. അതാണ് ട്രക്ക് ആൻഡ് ട്രോളി. ഇതിൽ തന്നെ നമുക്ക് ട്രക്ക് ലെഫ്റ്റ് ട്രക്ക് റൈറ്റ് എന്നും പറഞ്ഞു. അതിന് ക്രാബ് എന്നും നമ്മൾ സാധാരണ പറയും. ക്രാബ് റൈറ്റ് ക്രാബ് ലെഫ്റ്റ്. ക്രാബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 പോവുക. നമ്മളിങ്ങനെ ട്രാക്കിൽ ചെന്നിട്ട് ഇങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് ട്രാക്കിൽ തന്നെ ഇരുന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടും ക്യാമറ ചലിപ്പിക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ട്രക്ക് ലെഫ്റ്റ് ട്രക്ക് റൈറ്റ്. ട്രക്ക് ചെയ്യുക, ട്രക്ക് ലെഫ്റ്റ് ട്രക്ക് ഇങ്ങനെ ആർക്കായിട്ടാണ് ഇത് വരുന്നത്. ഓൾസോ കോൾഡ് ക്രാബ് ലെഫ്റ്റ് ക്രാബ് റൈറ്റ് എന്നാണ് അതിന് പറയുന്നത്. ട്രക്ക് ലെഫ്റ്റ് ട്രക്ക് റൈറ്റ് ഇൻവോൾവിങ് ദി lettered movement of the camera and the tripod mounted on a track and trolley. In this case, the camera moves sideways on its mount along with the subjects. It is mainly used to follow the subject moving arc. The screen tracking or crabbing is also used to reveal the Tanukifing extension of scene section by section and also series of objects. It is important to keep the frame steady and maintain the same shot size all along the shot when two persons engaging in dialogues are walking across the frame. A track shot look at is their person is listening in on the conversation. നമ്മളൊരാ അത് മിക്കപ്പോഴും ഈ ട്രാക്ക് ലെഫ്റ്റും ട്രാക്ക് റൈറ്റും ഇതിനല്ലെങ്കിൽ ക്രാബ് അല്ലേ. ക്രാബ് എന്ന് പറഞ്ഞാൽ ക്രാബ് പോകുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാവുന്ന രീതിയിൽ ട്രാക്ക് ട്രോളിൽ തന്നെ വെച്ചിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു, ചിലർ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ ഒരു സാധനം കാണിക്കുന്നത് അതിനിങ്ങനെ ഒക്കെ എടുക്കും. അതിന് നമ്മൾ ട്രാക്കിൽ ഇരുന്നിട്ട് ടിൽറ്റ് ലെഫ്റ്റ് ടിൽറ്റ് റൈറ്റ് എടുക്കുന്ന പോലെ അതിൽ ഇരുന്ന് തന്നെ ടിൽറ്റ് അപ്പും ടിൽറ്റ് ഡൗണും പിന്നെ പാൻ ലെഫ്റ്റും പാൻ റൈറ്റും ടിൽറ്റ് അപ്പും ടിൽറ്റ് ഡൗണും ഒക്കെ അതിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യും. ആ രീതിയിൽ ലെഫ്റ്റും റൈറ്റും തിരിയുന്നതിനാണ് ക്രാബ് ലെഫ്റ്റ് ക്രാബ് റൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് സാധാരണ ക്രാബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാക്ക് ആൻഡ് റോളിൽ ഇരുത്തിയിട്ട് ക്യാമറ ക്രാബ് സൈസ് ലെഫ്റ്റും റൈറ്റും തിരിച്ച് കാണിക്കുന്നതിനാണ് ക്രാബ് എന്നും പറയുന്നത്. ഇത് രണ്ടും നന്നായിട്ട് ഓർത്തിരിക്കണം. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതാണ്.
അപ്പോൾ അതിന് നോട്ട്സുകളൊക്കെ നിങ്ങളിവിടെ വരുമ്പോൾ ഇതിൽ നിന്ന് എൻ്റെ ബുക്കാണിത്. ഇതിന് പ്രത്യേക PDF ഒന്നുമില്ല. വലിയ കോസ്റ്റ്ലി ഒരു ബുക്കിൻ്റെ ഫോട്ടോസായിട്ടാണ് എൻ്റെ ഇരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് ആൻസേഴ്സുകൾ തയ്യാറാക്കാവുന്നതാണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ അയച്ചു തരുന്നതാണ്. അത് നിങ്ങളൊരു ബുക്കിലേക്ക് എഴുതി വെക്കണം. അതും കുറച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാവരും ഫീസ് അടയ്ക്കാനുള്ളവരൊക്കെ അയക്കണം. പിന്നെ ഇവിടെ വരാനുള്ളവർ ഏത് ദിവസങ്ങളിൽ വരിക, നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയും കൂടെ പഠിച്ചു പോകണം.